ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരു ക്രിസ്മസ് കാലം കൂടെ കർത്താവ് നമുക്ക് ദാനം ചെയ്തല്ലോ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിവസങ്ങളായി മാറട്ടെ എന്ന് പ്രാരംഭത്തിലെ ആശംസിക്കുന്നു. At the outset, I would like to wish you this season of blessings, joy and peace. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നല്ലതായിരിക്കുന്ന കൊയറിൻ്റെതായ ഗാനങ്ങൾ കേട്ടു. നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. We've been glorifying God. We heard the blessed choir sing. അതെ, ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 2 verse 10. നൂതനവരോട്. For today's meditation, let us read from Luke chapter 2 verse 10. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. For behold, I bring you good tidings of great joy. എല്ലാ പ്രാവശ്യവും ഈ വാക്യങ്ങളൊക്കെ ഓരോരുത്തർ വായിക്കും ക്രിസ്മസ് സന്ദേശത്തിനായിട്ട്. Every year we read the same verse as part of a Christmas message. നമുക്കറിയാം, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ക്രിസ്തു അല്ലെങ്കിൽ ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചതിനാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. We say it is Christmas because God came as flesh in the form of man and born for us. ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു, അതാണ് ക്രിസ്മസ്. Son of God came to the earth, born as man, is Christmas. എന്നാൽ അടുത്ത ചോദ്യം, എന്തിനാണ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ ജാതനായത്? The next question is, why did the Son of God was born in this world? അവിടെയാണ് നമ്മുടേതായിരിക്കുന്ന വിഷയം കിടക്കുന്നത്. That is where the real subject is. ആ ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്, the Son of God was born as man in this world. നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരായ ആദാം ഹവ്വായും ചെയ്ത പാപത്തിന്റെ ഫലമായി ദൈവബന്ധം നഷ്ടപ്പെട്ട മനുഷ്യനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ മനുഷ്യനായി വന്നത്. The Son of God came to us to restore the relationship that Adam and Eve lost in the Garden of Eden. നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തപ്പോൾ പലതും സംഭവിച്ചു. When our forefathers sinned, certain things happened. അതിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജാതനായത്. Our Lord came to this world to restore us back. ഒന്ന് രണ്ട് കാര്യം ഞാൻ ഓർപ്പിക്കാം. I would like to remind you a couple of things. പ്രാരംഭം ഒന്ന് സംഭവിച്ചത് തേജസ് നഷ്ടപ്പെട്ടു. The first thing that was lost was the glory. മനുഷ്യവർഗം പാപം ചെയ്തപ്പോൾ ആദ്യം സംഭവിച്ചത് മനുഷ്യന് തേജസ് നഷ്ടപ്പെട്ടു. When man sinned, the first thing that he lost was the glory. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവർ ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല എന്ന് ചാപ്റ്റർ 2 അധ്യായത്തിൽ വായിക്കാം. We read in Genesis chapter 2 that they both were naked and they did not feel ashamed. എന്നാൽ വീണ്ടും 3 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ വീണ്ടും പറയുന്നത് അവർ നഗ്നരെന്ന് അറിഞ്ഞു. In the 3rd chapter, after they sinned, it is written that they found that they were naked. ആദ്യം അവർ നഗ്നരായി തോന്നിയില്ല. Initially they did not find themselves as എന്നാൽ naked. പാപം ചെയ്തപ്പോൾ അവർ നഗ്നരായി എന്നറിഞ്ഞു. But after they sinned, they realized that they were naked. എന്താണ് അവിടെ നഗ്നത ഉണ്ടായത്? What happened? How did they become naked? അവർ നഗ്നരല്ലായിരുന്നു നേരത്തെ. They were not naked earlier. അവർക്ക് വസ്ത്രമില്ലായിരുന്നു. They did not have clothes. എന്നാൽ അവർക്ക് നൽകിയ വസ്ത്രം തേജസ്സിന്റെ വസ്ത്രമായിരുന്നു. But the clothing that was given to them was glory. സങ്കീർത്തനം 8:5 വായിക്കുമ്പോൾ Psalms 8:5. ദൈവം അവനെ മനുഷ്യനെ 8:5 Psalm 8:5 ദൈവം അവനെ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. It says that you have made him a little lower than angels and you have crowned him with glory and honor. മനുഷ്യന് തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുകയായിരുന്നു. Man was crowned with glory and honor. എന്നാൽ തിരുവചനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. But Paul says in the word of God that all have sinned and fallen short of the glory of God. എപ്പോഴാ തേജസ് മാറ്റപ്പെട്ടത്? When was the glory taken away? പാപം ചെയ്തപ്പോൾ തേജസ് നഷ്ടപ്പെട്ടു. After they sinned, the glory was taken away. ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ അവർ നഗ്നരായി മാറി. When they offended the law of the Lord, they became naked. അല്ലെങ്കിൽ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ പാപം ചെയ്തു, പാപം അവിടെ തേജസ്സിന് ഇല്ലാതാക്കി. When they went against the law of the Lord,
Lord, they sinned and they lost the glory. അങ്ങനെ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ തേജസ്സിലേക്ക് നടത്താനാണ് എൻ്റെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. ഹല്ലേലൂയ. He came down to the earth to restore the glory that they lost. എബ്രായ ലേഖനം 2:10 അപ്രകാരം കാണാം. Hebrews 2:10 we read so. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങൾ തികയ്ക്കുന്നത് യുക്തമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. For it was fitting for him, for whom all things and by whom are all things, for bringing many sons to glory, to make the captain of their salvation perfect through sufferings. നമ്മുടെ കർത്താവ് നമുക്ക് നഷ്ടപ്പെട്ട തേജസ്സിൽ തിരിയുവാൻ കാൽവരി ക്രൂശിൽ കഷ്ടം തികയ്ക്കുവാൻ ഇടയായി തീർന്നു. Our Lord went through suffering on the cross of Calvary to restore the glory back to us. അപ്പോൾ നഷ്ടപ്പെട്ടതായ തേജസ്സിനെ തിരികെ തരാനാണ് ഈ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. പ്രൈസ് The ദി Lord ലോർഡ്. came down to the earth to restore the glory that was lost. എന്നാൽ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ സ്വർഗ്ഗത്തിൽ നടക്കണം. For him to come down to the earth, some things have to happen. നമ്മളെ വീണ്ടെടുക്കാനും കൂടെ നമുക്ക് നഷ്ടപ്പെട്ട ബന്ധം സ്ഥാപിക്കാനാണ് യേശു വന്നത്. Jesus came to restore the relationship that we had lost. പാപം ചെയ്തപ്പോൾ ദൈവബന്ധം നഷ്ടപ്പെട്ടു. When we sinned, we lost the relationship with the Father. തേജസ് നഷ്ടപ്പെട്ടു. We lost the glory. എന്നാൽ ഈ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ And to restore this relationship, യേശു ചുമ്മാതെ കടന്നു വരികയല്ലായിരുന്നു. Jesus did not come just like that. തന്റെ മഹത്വം അവിടെ വെടിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. He lost his glory. തന്റെ മഹത്വം അവിടെ വെടിഞ്ഞു. He lost his glory. അവൻ ജഡമായി തീരുകയാണ്. And he became flesh. അവൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. He came down എന്നെയും നിന്നെയും രക്ഷിക്കുവാൻ. to save you and me. മഹത്വത്തോടെ ഇരുന്നാൽ നമ്മൾ രക്ഷപ്പെടുകയില്ല. If he had sat there with his glory, we wouldn't be saved. സർവ്വമഹത്വവും അവിടെ വെച്ചു. He lost all his glory. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം പറയുന്നത്, അവൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളാൻ വിചാരിക്കാതെ ദാസരൂപം എടുത്ത് ഭൂമിയിലേക്ക് വരികയാണ്. It is said that he did not consider himself equal with God, and he took the form of a servant and came down to the earth. നാം മഹത്വത്തോടെ കർത്താവ് വന്നിരുന്നെങ്കിൽ നമ്മൾ ആരും രക്ഷപ്പെടത്തില്ലായിരുന്നു. If the Lord had come with his glory, none of us would be saved. മഹത്വത്തോടെ വെടിഞ്ഞു. He left his glory. സർവ്വജനത്തിനുണ്ടാകാനുള്ള സന്തോഷം അറിയിക്കുകയാണ് അല്ലേ. And the good news for all mankind, the angel says, തന്റെ മഹത്വത്തോടെ വെടിഞ്ഞു. he left his glory. എന്നെ ചോദിച്ചു, എന്താ എന്റെ മഹത്വത്തോടെ വെടിഞ്ഞിട്ട് ഇതിന് നേരത്തെ മഹത്വം കൊണ്ട് പോന്നാ പോരായിരുന്നു? You might wonder, why did he leave his glory? He could have come with his glory. അങ്ങനെ ഒരിക്കലും ഒരാൾ ചിന്തിച്ചു, One person thought, എന്തുകൊണ്ട് ദൈവം തന്നെ ഇറങ്ങി ആ മഹത്വത്തോടെ ഭൂമിയിലേക്ക് വരാഞ്ഞത്? why didn't the Lord come down to the earth with all his glory? അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. And while he was pondering about it, he had a vision. ഒരു പക്ഷി അതിന്റെ കാലൊടിഞ്ഞ് മഞ്ഞ് മേഖലയാണ്, മഞ്ഞുകട്ടയുടെ മുകളിൽ കൂടെ ഒത്തിരി മഞ്ഞ് കിടക്കുക, കാലൊടിഞ്ഞ് ഒരു പക്ഷി പറക്കാൻ പറ്റാതെ കിടക്കുകയാണ്. He saw the picture of a bird who couldn't fly, who was limping on a snowy mountain. ഇത് കണ്ടു നിന്ന പുള്ളിക്ക് അതിനെ രക്ഷിക്കണം, കാരണം അതിങ്ങനെ മഞ്ഞിനകത്ത് കിടന്നാൽ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. And the person who saw wanted to rescue the bird, because if the bird stays there too long, it would die. എന്നാൽ അദ്ദേഹം ഈ മഞ്ഞിന്റെ മുകളിൽ കൂടെ നടന്ന് ഈ പക്ഷിയുടെ അടുക്കിലോട്ട് ചെല്ലുകയാണ്. And this man is slowly walking towards this bird. ഇദ്ദേഹം അവിടെ ചെല്ലുന്തോറും പക്ഷി അങ്ങോട്ട് അകന്നങ്ങ് പോവുക. The more the man approached the bird was going far away from him. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ഈ രൂപത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പക്ഷിയെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. And then the man realized that if I go in this manner, I wouldn't be able to rescue this bird. ഇത് നമ്മളെ കാണും തോറും ഇതങ്ങ് അകന്നകന്നങ്ങ് പോവുകയാ. The nearer the man reaches the bird, it's going far away from him. ഇത് തന്നെയാണ് ദൈവം കർത്താവ് തന്റെ മഹത്വത്തോടെ വന്നാൽ നമ്മൾ അകന്നകന്ന് പോകും. അവന്റെ തേജസ്സിന് മുമ്പിൽ ആർക്കും നിൽക്കാൻ കഴിയത്തില്ല. None of us can stand before his glory, and if he had come with his glory, none of us would be able to approach him. അതുകൊണ്ട് അവൻ തന്റെ മഹത്വത്തോടെ വെടിഞ്ഞു. That is why he left his glory അവൻ there, ഭൂമിയിലേക്ക് and വരികയാണ്. he came down to the earth, അവൻ നമ്മളെപ്പോലെ ജഡമായി മാറുകയാണ്. and he became flesh like you and me. അതുകൊണ്ടാണല്ലോ വചനം ജഡമായി തീർന്നു. That is why the word became flesh. തിരുവനന്തപുരം യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. We see in the Gospel of John that in the beginning was the Word, and the Word was with God, and the Word was God. ആ വചനം ആയിരുന്ന ദൈവം എന്ത് ചെയ്യാൻ സംഭവിച്ചു? 14-ാം വാക്യത്തിൽ വചനം ജഡമായി തീർന്നു. ഹല്ലേലൂയ. 14th verse we read, and the Word became flesh. എന്തിനാണ് വചനം ജഡമായി മാറിയത്? Why did the Word become flesh? ദൈവം മഹത്വം വെടിഞ്ഞവിടെ The Lord left his glory നമ്മൾ ജഡമായി തീർന്നു. and became flesh. എന്തിനാ ജഡം എടുത്തത്? Why did he take the form of flesh? അവിടെ റോമാലേഖനം 8-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. Romans 8:3. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണത്തിന്
പ്രവൃത്തിയാൽ അവിടെ ഇരിക്കുന്നത് ജഡത്താലുള്ള ബലഹീനത നിമിത്തം എന്ന് പറഞ്ഞിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലാക്കി പാപം നിമിത്തം അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. Praise the Lord. Hallelujah. Could not do in that it was weak through the flesh. God did it by sending his own son in the likeness of sinful flesh. On account of sin, he condemned sin in the flesh. യഹോവയായ ദൈവം സൃഷ്ടിച്ച അല്ലെങ്കിൽ ദൈവം കൊടുത്തതായിരിക്കുന്ന ന്യായപ്രമാണത്തിന് പോലും നമ്മളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. Even the law that was given by God could not save us. ന്യായപ്രമാണം നമ്മുടെ പാപത്തിന് പരിഹാരം നൽകാൻ കഴിഞ്ഞില്ല. The law could not be a propitiation for our sins. ന്യായപ്രമാണം നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. The law kept reminding us of our sins. എന്നാൽ പാപത്തിന്റെ ശിക്ഷയിൽ നമുക്ക് വിടുതൽ പ്രാപിച്ചില്ല. But we were not saved from the punishment that was due for sin. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ That is why Paul says, for what the law could not do, ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലാക്കി God did it by sending his son in the form of flesh. പാപം നിമിത്തം അയച്ച് And he became in the likeness of sinful പാപത്തിൽ ജഡത്തിന് ശിക്ഷ വിധിച്ചു. ഹല്ലേലൂയ. condemned sin in the flesh. അതിനുവേണ്ടിയാ ദൈവം തന്റെ മഹത്വം വെടിഞ്ഞതും താൻ ജഡമായി തീർന്നതും. That is why the Lord left his glory and came in flesh. നമ്മുടെ പാപം നമ്മെ ദൈവത്തിന് അകറ്റിയപ്പോൾ When our sin separated us from God, നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ to bring us closer to God, അതാണ് ക്രിസ്മസ് പറഞ്ഞത്. that is Christmas. അതാണ് പുനഃസ്ഥാപനം എന്ന് പറയുന്നത്. That is restoration. പാപം ചെയ്ത് ദൈവമെന്ന നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ താൻ ജഡസ്വഭാവം എടുക്കുകയായിരുന്നു. With the glory that we were lost, he came in the form of flesh to bring us back to the Lord. അവന്റെ ശരീരത്തിൽ നമ്മുടെ പാപം മുഴുവൻ വഹിച്ചു. And he placed all our sins upon his അവൻ നമ്മുടെ flesh. പാപത്തിന് പ്രായശ്ചിത്തമായി തീർന്നു. And he became a propitiation for our sins. John chapter 1, first John chapter 4 verse 10. 1 John 4:10. അവിടെ നിങ്ങൾ എന്നെ നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, It's not that we loved God. ദൈവം നമ്മെ സ്നേഹിച്ച് God loved us. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീരുവാൻ And to make a propitiation for our sins, ദൈവം തന്റെ പുത്രനെ നമുക്ക് അയച്ചു തന്നു. He sent his ഹല്ലേലൂയ. son for us. ഹല്ലേലൂയ. Hallelujah. പുത്രനെ അയച്ചത് അതിനാ that is why the son was sent. പാട്ടുപാടി സന്തോഷിക്കാൻ മാത്രമല്ല, Not just to sing and be glad. നാം പാപം ചെയ്തപ്പോൾ, When we sinned, ദൈവത്തിന് ബന്ധം നഷ്ടപ്പെട്ടു we പോയപ്പോൾ, lost our relationship with the Lord. നമ്മുടെ സമാധാനം When we നഷ്ടപ്പെട്ടപ്പോൾ, lost our peace, നമ്മുടെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ, to restore our peace, ആ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ, to restore our നമ്മുടെ relationship, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, to deliver us from the punishment due for us, നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായി to become a propitiation for our sins. ദൈവം തന്റെ പുത്രനെ അയച്ചു തന്നു. God sent ഹല്ലേലൂയ. his son. Hallelujah. ഹല്ലേലൂയ. Hallelujah. അത് വിശ്വസിക്കുന്നവർക്ക്. And to those who believe, യോബാലേഖനം 3:25 പറയും, വിശ്വസിക്കുന്നവർക്ക് to those who believe, അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ to become a propitiation through his blood, ദൈവം അവനെ പരസ്യമായി നിർത്തി. the Lord ഹല്ലേലൂയ. made him a public spectacle. നമുക്ക് വേണ്ടി യാഗമാക്കി തീർന്ന He became a sacrifice for us. പുത്രനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. He became a public shame for us. ആര് വിശ്വസിക്കുന്നു Who believes, അവർക്ക് പ്രായശ്ചിത്തമായി തീരുകയാണ്. to become a propitiation ഇനി നീ for them. പാപിയല്ല. You are not a sinner ഈ anymore. ക്രിസ്തുമസ് ദിവസം ഓർത്തുകൊള്ളുക, This Christmas, remember, നിന്റെ പാപത്തിന് പ്രായശ്ചിത്തമായി തീരുവാൻ to become a propitiation ദൈവം for your തന്റെ sins. പുത്രനെ ഭൂമിയിലേക്ക് God അയച്ചു. sent his son to the സർവമഹത്വവും പിടിഞ്ഞിട്ട് world, leaving all glory, ഒരു മനുഷ്യനായി തന്നെ ഭൂമിയിലേക്ക് കടന്നു came in വന്നു. the form of man, തന്റെ ശരീരം നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടു. broke his body for us, തന്റെ ശരീരം നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാക്കപ്പെട്ടു. broke his body for us, അങ്ങനെ നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായി തീർന്നു. and became a propitiation for us. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ What the law could not do. Hallelujah. ദൈവത്തിൻ്റെതായിരിക്കും ദൈവത്തിന്റെ കരത്താൽ എഴുതപ്പെട്ട ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ The law which was written by the hand of God could not do. അതിനുവേണ്ടിയാ ദൈവം തന്റെ പുത്രനെ പ്രായശ്ചിത്തമായി That is അയച്ചിരിക്കുക. why God sent his own son as a propitiation for our sins. കർത്താവായ യേശു തന്റെ അവസാന തുള്ളി രക്തം വരെയും ക്രൂശിൽ ചൊരിഞ്ഞു. He shed his last drop of blood for us on the cross, നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം വഹിച്ചു. and became a propitiation for our sins. എല്ലാവരുടെയും, For all men, ഈ ഭൂമിയിൽ ജനിച്ചവരും ജനിക്കാനുള്ളവരുടെയും സകലരുടെയും പാപത്തിന് പ്രായശ്ചിത്തമായി എന്റെ യേശു തീർന്നു. all who are born and to be born on this earth. ഇതാ സന്തോഷ വാർത്ത. ഹല്ലേലൂയ. സർവ്വജനത്തിനുണ്ടാകാനും മഹാ സന്തോഷമാ. This is the glad tidings ജനിച്ച for all men.
them. ജനിച്ചവരുടെയും ജനിക്കാനുള്ളവരുടെയും പാപത്തിൽ പ്രായശ്ചിത്തമായി കഴിഞ്ഞു. To become a propitiation of sins for all who are born and yet to be born. അത് വിശ്വസിക്കുന്നവർക്ക് To those who believe, രക്തം മൂലം പ്രായശ്ചിത്തമായി. through the blood, അതിന് വിശ്വസിക്കുവാൻ കഴിയണം. you should be able to believe it. യേശു ജനിച്ചത് എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. Nobody knows where ബേത്ലഹേമിലാന്ന് പറയുന്നുണ്ട്. We know it is in Bethlehem. പുൽത്തൊഴുത്തിൽ ജനിച്ചില്ല. He was not actually born യേശു in a manger. പുൽക്കൂട്ടിലല്ല ജനിച്ചത്. He was not born in a manger. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായിരുന്നത് കൊണ്ട് എവിടെ പറയുന്നു യേശുവിനെ അവൻ ചോദിച്ചത് യേശു ജനിച്ചു അവിടെ കാണുന്നത് പിള്ളക്കൊച്ചയ്ക്ക് പൊതിഞ്ഞതാ. We know that there was no room in the inn and he was wrapped in swaddling clothes, and that's what we read in the word. എവിടെ വെച്ചാ പ്രസവം നടന്നറിയത്തില്ല. We don't know where വഴിയിലായിരിക്കാം. It could be on the way. അല്ല ജോസഫിന്റെ കയ്യിലായിരിക്കാം. Maybe in the hands of Joseph. അതിനുശേഷം ഒരു വെള്ളക്കച്ചേൽ അല്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന പിള്ളക്കച്ചേൽ കൊച്ചിനെ പൊതിഞ്ഞു, യേശുവിനെ പൊതിഞ്ഞു. And we read that he was wrapped in swaddling clothes. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായിരുന്നു. There was no room in the inn. അതുകൊണ്ട് പുൽത്തൊഴുത്തിൽ കൊണ്ട് കടത്തി. And so he was laid in a manger. ഇന്ന് വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തതല്ല കുഴപ്പം. Today the problem is not that വഴിയമ്പലത്തിലല്ല സ്ഥലമില്ലാതെ പോയത്. The problem is not that we don't have place in the inn. അവിടെ സത്രക്കാർ വഴിയമ്പലത്തിന്റെ മുതലാളിയുടെ ഇല്ല. The manager of the inn came. വഴിയമ്പലത്തിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞില്ലെങ്കിലും വഴിയമ്പലക്കാരന്റെ മനസ്സിലാ സ്ഥലമില്ലാഞ്ഞത്. Actually, there was no room in the heart of the innkeeper. ഒരിക്കലും ഒരു സംഭവം നടന്നതാ. There was a certain incident that happened. വളരെ ആൾക്കാർ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. A few people were traveling in a train. നമുക്കറിയാലോ ട്രെയിനിൽ 4 പേർക്ക് ഇരിക്കാത്ത സീറ്റ്. 4 പേർക്ക് ഇരിക്കാത്ത സീറ്റില്ല. It's a 4-seater. അവർ 4 യൗവനക്കാരെ അവിടെ ഇരിക്കുക. 4 young men were seated. അപ്പോഴത്തെ ഒരു അയൽവാസ് തൊഴിലാളി നമുക്ക് അതിഥി തൊഴിലാളി അവർ ട്രെയിനിൽ കയറി വന്നു. So one particular laborer came, Bengali laborer came that way. അദ്ദേഹം ഈ 4 പേര് ഇരിക്കുന്ന സീറ്റിലോട്ട് നോക്കി. So he just looked at the seat where these 4 men were seated. അവിടെ നോക്കിയപ്പോൾ സ്ഥലമൊന്നും ഇല്ല. There was no place there. അവിടെ പുള്ളി കുറച്ചു നേരം നിന്നു. He stood there for a while. ഒരു ഗുണവും ഉണ്ടായില്ല. There was no use standing there. അതിനുശേഷം ഒരു യൗവനക്കാരത്തി വന്നു. And then a young woman came. അവള് കുറച്ചു നേരം അവിടെ നോക്കി നിന്നു. She also stood there for a while. അപ്പൊ 4 പേരും ഒതുങ്ങാൻ തുടങ്ങി. So 4 people started making room for her. അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുങ്ങാൻ തുടങ്ങി. And they made way for അവളെ അവിടെ ഇരുത്താൻ 4 പേർക്ക് ഉത്സാഹമായി. All 4 men were interested in giving space to this young woman. അപ്പൊ അവിടെ സ്ഥലം ഉണ്ടായി. So was there a place there? അപ്പൊ ട്രെയിനിൽ സ്ഥലമില്ലാഞ്ഞതായിരുന്നു, അവരുടെ മനസ്സിലായിരുന്നു സ്ഥലമില്ലാതെ പോയത്. Hallelujah. There was no place in the train. There was no space in their heart. ഇന്ന് നമ്മുടെ മനസ്സിലാ സ്ഥലമില്ലാതെ പോയത്. Today the place is not there in our heart. ഈ യേശുവിന് നിന്റെ ഹൃദയത്തിൽ സ്ഥലമുണ്ടോ, കൊടുത്തിട്ടുണ്ടോ? Do you have place for Jesus? വഴിയമ്പലത്തിൽ ഇല്ലായിരുന്ന സ്ഥലം. There was no place in the inn. അത് വഴിയമ്പലത്തിന്റെ പ്രശ്നമല്ല, വഴിയമ്പലക്കാരുടെ പ്രശ്നമാണ്. The problem was not with the inn, it was a problem with the innkeeper. ഇന്ന് യേശു നമ്മുടെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. Today Jesus is knocking at your door. ഇന്ന് യേശു നമ്മളെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. He is still knocking at the door of ഇന്ന് your heart. യേശുവിന് ഇടം കൊടുത്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ Is there anybody who has not given ഈ room യേശുവിന് to നിന്റെ ഹൃദയം Jesus? കൊടുക്കണം. Today give your heart to ഈ Jesus. യേശുവിന് ഹൃദയം കൊടുക്കണം. Give room to Jesus. സ്ഥലമില്ലെന്ന് പറയരുത്. Don't say that I don't have ആ യേശു കടന്നു വരുമ്പോഴാണ് സന്തോഷമാകുന്നത്. And when Jesus walks in is when ആ there is യേശു joy. ആ യേശുവിനെ പുറത്ത് നിർത്തിക്കൂടെ ഒരു സന്തോഷം And ഉണ്ടാകുകയില്ല. there is no joy if you're going to keep Jesus outside your heart. യേശു ഉള്ളിൽ വന്നു കഴിയുമ്പോൾ Jesus comes inside your heart. പ്രശ്നത്തിന് പരിഹാരമുണ്ട്. യേശു There is a solution to our problem. പലരും വിചാരിക്കുന്നത് യേശുവിനെ കൂടാതെ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുമെന്നാണ്. Many have this misconception that we can rejoice യേശു without Jesus. ഉള്ളിൽ വന്നാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. Only when Jesus comes into your heart will you get solution to your problem. ഞാൻ ഒരിക്കലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഒരിക്കലൊരു അപ്പച്ചൻ്റെ മകള് വിദേശത്ത് ജോലിയായിരുന്നു. നാട്ടിൽ വന്നപ്പോ The story of a grandfather who had his daughter working abroad. വീട്ടിൽ വന്നപ്പോൾ അപ്പച്ചൻ അവിടെ ക്ഷീണിച്ചിരിക്കുക. അവിടെ ഒരു മകളുണ്ട് ശുശ്രൂഷിക്കുക. എന്നാൽ വിദേശത്തുനിന്ന് മകൾ വന്നപ്പോഴത്തേക്കും അച്ഛൻ അങ്ങനെ ക്ഷീണിച്ചു പോയല്ലോ എന്നൊക്കെ പറയാൻ തുടങ്ങി. So this daughter came home from abroad and found this father and said, "Father, you're looking very weak." അതാണല്ലോ സാധാരണ സഹോദരിമാർ അങ്ങനെയാണല്ലോ പറയുന്നത്. എത്ര നന്നായിരുന്നാലും ക്ഷീണിച്ചു പോയി അച്ഛന്. You're looking very weak. അതിനുശേഷം അപ്പോൾ അവൾ പറഞ്ഞു അപ്പച്ചനെ ഇനി കൃത്യസമയത്ത് ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ് അവൾ നല്ലൊരു ക്ലോക്ക് മേടിച്ചു. So she thought that I need to be punctual about feeding my father, so she bought ആ a clock. ക്ലോക്ക് മേടിച്ചിട്ട് ആ ഭിത്തിയെ ഭിത്തിയെ തതിച്ചു വെച്ചിരിക്കുക. So she hung it on the wall. എന്നിട്ട് അപ്പച്ചനോട് അപ്പച്ച ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതിന് കീ കൊടുക്കണം, ബൈൻഡ് ചെയ്യണം.
So she instructed the father, you have to wind it once a week. ബാറ്ററി വെച്ചുള്ള ബാറ്ററി വെച്ച കുളക്കൊന്നും അല്ല. It's not a battery operated നമുക്കറിയാം ഈ പണ്ട് one. You പിരിച്ച് got to പിരിച്ച് manually wind it. അങ്ങനെ ആഹാരമൊക്കെ കൊടുത്ത് അപ്പച്ചൻ കറക്റ്റ് സമയത്ത് 8:12 ഇങ്ങനെ സമയത്ത് ആഹാരമൊക്കെ കൊടുത്തു. So that way she ensured that punctually father was fed. അതിനുശേഷം ഈ വിദേശത്ത് വന്ന മകളങ്ങ് പോയി. And after that this daughter returned. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലോക്ക് നടക്കുന്നില്ല, പെൻഡിലും ആടുന്നില്ല. So after 1 week the clock is not working, the pendulum is not moving. അപ്പോൾ അപ്പച്ചൻ വിചാരിച്ചോടാ ഈ ക്ലോക്ക് ആടുന്നില്ലല്ലോ, ക്ലോക്ക് നിന്ന് പോയി. അപ്പച്ചൻ എന്ത് എടുത്തു? അപ്പച്ചൻ ആ ക്ലോക്ക് അങ്ങോട്ട് തുറന്നിട്ട് ആ പെൻഡിലും ഊരിയെടുത്തു. So this grandfather took the clock out and took out the pendulum. എന്നിട്ട് ക്ലോക്ക് റിപ്പയറിന്റെ അടുക്ക് ചെന്നു. And went to the clock repairer. ഇത് ആടുന്നില്ല, ആട്ടിത്തരണം. Can you please make it oscillate? അപ്പൊ അവള് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അവിടെ അച്ചപ്പച്ച ഭിത്തിയിലൊരു സാധനം കിടപ്പില്ലേ, അതിഞ്ഞെടുത്തോണ്ട് വാ. So then he said there is something on the wall, can you bring that? അപ്പച്ചൻ അതിന് കുഴപ്പമില്ല, ഇത് ആടാത്തെന്നാ പറയുന്നത്. So the grandfather said there's no problem with the clock, the problem is with the pendulum. അപ്പച്ചൻ ഇത് നാട്ടി കൊടുത്താ മതി. Can you please make it oscillate? അവര് പറഞ്ഞു അതല്ല പ്രശ്നം, അവിടെയാ പ്രശ്നം. So the repairer said the problem is with the clock. അതാണ് നമ്മുടെ പലരുടെയും പ്രശ്നം. യേശുവിനെ പുറത്ത് നിർത്തിക്കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ പോവുകയാണ്. The same case with us, we are trying to keep Jesus outside and trying to find solutions. യഥാർത്ഥമായ പ്രശ്നം എവിടാന്ന് മനസ്സിലാക്കണം. Find out where the real problem is. നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ പോയത് Why we don't have peace in our life? യേശു ഉള്ളിലില്ലാത്തത്. Jesus is not in our heart. ഈ യേശു ഉള്ളിൽ വരണം. This Jesus has to come into our heart. സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷമാണ്. Good news for all mankind. അതെല്ലാവർക്കും ഉണ്ടാകുന്ന It is സന്തോഷമാണ്. for all mankind. അതുകൊണ്ട് ഈ സന്തോഷം ലഭിക്കാൻ And to receive this ഈ joy, ക്രിസ്മസ് ദിവസത്തിൽ നമ്മുടെ കർത്താവ് ഉള്ളിൽ വരണം. this Jesus should come into our heart. യേശുവിന്റെ ജനനത്തിൽ സമാധാനം ഉണ്ടായിരുന്നു. There is peace by the birth of ഇതാ Jesus. സർവ്വജനത്തിനുണ്ടാകാനുള്ള Good മഹാസന്തോഷം. news of great tidings for all mankind. അവന്റെ ജനനത്തിൽ പോലും സമാധാനമാണ്. Even at his birth there was peace. അവന്റെ ശുശ്രൂഷയിൽ സമാധാനമാണ്. There was peace in his ministry. നമുക്കറിയാം, രക്തസ്രവക്കാരി ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു. We know the story of a woman with issue of blood. അവളുടെ രക്തസ്രവമായിട്ട് 12 വർഷമായി കഷ്ടപ്പെടുകയാണ്. And she was suffering for 12 years. അവൾക്ക് സ്വസ്ഥതയില്ല. She had no peace. എന്നാൽ യേശുവിന്റെ വാർത്ത അവൾ കേട്ടു. She heard the voice of Jesus. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് And she സൗഖ്യം touched the പ്രാപിക്കും. hem of his garment. അവളെ വിശ്വാസം കൈമുതലായി. And then her faith came അവൾ to കടന്നു life. യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു. And she touched the hem of his യേശു ശക്തി garment. പുറപ്പെട്ടു. And power flew അവൾ through him. സൗഖ്യം പ്രാപിച്ചു. And she was healed. അത് അവൾ തിരിച്ചറിഞ്ഞു. And he realized യേശു that. ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? And Jesus said, who touched അവൾ me? ഭയപ്പെട്ടു പോയി. She was scared. എന്റെ കർത്താവ് അവൾക്ക് സൗഖ്യം കൊടുത്തു. And the Lord healed her. എന്നിട്ട് സമാധാനത്തോടെ പൊയ്ക്കൊള്ളു. And he said, go in peace. അവന്റെ ശുശ്രൂഷയിൽ സമാധാനമുണ്ട്. There was peace in his ministry. അവന്റെ ജനനത്തിന് മാത്രമല്ല ശുശ്രൂഷ സമാധാനം, Not only in his birth did he have peace through his ministry. അവന്റെ There was ശുശ്രൂഷയിൽ സമാധാനമുണ്ട്. peace through his ministry. അവന്റെ മരണത്തിന് There was സമാധാനമുണ്ട്. peace through his death. അവന്റെ മരണത്തിൽ യേശുവിന്റെ മരണം സമാധാനം കൊടുക്കുന്നതാണ്. The death of Jesus was to give us peace. കൊലോസ്യ ലേഖനം 1:20 വായിച്ചു നോക്കട്ടെ. Colossians 1:20. 1:20 കൊലോസ്യൻസ് 1:20 അവിടെ കാണുന്നുണ്ട്. അവന്റെ മരണത്തിൽ നമുക്കുണ്ടല്ലോ, അവന്റെ ജനനത്തിൽ സമാധാനം, അവന്റെ ശുശ്രൂഷയിൽ സമാധാനം, അവന്റെ മരണത്തിൽ സമാധാനം. പൗലോസ് പറയുന്നത് 20-ാം വാക്യത്തിൽ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അവന്റെ മരണത്തിൽ പോലും സമാധാനം, Even through his death we have peace. അവന്റെ ഉയർപ്പിലും സമാധാനം. And through his resurrection there is peace. യേശു ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് When Jesus was crucified, യഹൂദന്മാരെ പേടിച്ച് മുറിയിലിരിക്കുകയാണ്. the disciples were scared of the Jews. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ്. John 20. അവിടെ ആ 20-19 വാക്യം അല്ലേ? അതെ. 20:19. അവിടെ യേശു അവരുടെ മുറി കടന്നു ചെന്നു. Jesus entered the room. യഹൂദന്മാരെ ഭയപ്പെട്ടിരിക്കുകയാണ്. And they were scared of the യേശു Jews. ഉയർത്തുക അവിടെ ചെന്നു. After resurrection, Jesus reached നിങ്ങൾക്ക് them. സമാധാനം. Peace be to you. ഹല്ലേലൂയ. അവന്റെ ഉയർപ്പിൽ ഒരു സമാധാനം, Even in his resurrection, അവന്റെ there is ജനനത്തിൽ peace. സമാധാനം, In his birth, there is അവന്റെ peace. ശുശ്രൂഷയിൽ സമാധാനം, ministry, there is അവന്റെ peace. മരണത്തിൽ സമാധാനം, In his death, there is അവന്റെ peace. ഉയർപ്പിൽ In his സമാധാനം. resurrection, there is എന്റെ peace. പ്രിയമുള്ളവരെ, ആരെങ്കിലും Is there സമാധാനമില്ലാതായിരിക്കുന്നുണ്ടെങ്കിൽ anybody here without ഈ peace? യേശുവിനെ ഉള്ളിലേക്ക് ഇറക്കണമോ? Just receive Jesus into your ഈ heart. ക്രിസ്മസ് ദിവസത്തിൽ എനിക്ക് പറയാനതാണ് This ഉള്ളത്. Christmas day, this is what I want to tell നമ്മുടെ you. യഥാർത്ഥ പ്രശ്നം അത് തന്നെയാണ്. This is the real problem. യേശുവിനെ പുറത്തു നിർത്തി സമാധാനം ലഭിക്കുകയില്ല. We can never attain peace without Jesus in our heart. യേശുവിനെ സത്രത്തിൽ സമയം കിട്ടി, അല്ലെങ്കിൽ സ്ഥലം കിട്ടിയില്ല. Jesus did not have place in the inn. അതുകൊണ്ട് സത്രക്കാരെന്ത് പറ്റി, ഒരു ലോകരക്ഷകനെ ശുശ്രൂഷിക്കാൻ പറ്റാതെ പോയി. Even the innkeeper could not
take care of ഒരു the ദൈവപുത്രനെ Savior of the world. ശുശ്രൂഷിക്കാൻ അവസരം ലഭിച്ചത് നഷ്ടപ്പെട്ടു പോയി. He had an opportunity to serve the Son of God. എന്നാൽ ഈ യേശുവിനെ നമുക്ക് ശുശ്രൂഷിക്കാൻ കഴിയട്ടെ. But today, let us be able to serve this Lord Jesus. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, നമുക്ക് ശുശ്രൂഷയുണ്ട്. We all have a ministry. നമ്മുടെ ബുദ്ധിമാന്മാരെന്താ പറഞ്ഞിരിക്കുന്നത്? വിദ്വാൻമാരെ വഴികാട്ടിയതായ നക്ഷത്രം. There's a star that led the wise men. നമുക്ക് ഒരു നക്ഷത്രത്തെ ശുശ്രൂഷ ഏൽപ്പിക്കണം. We also have a ministry of the star. യേശുവിലേക്ക് അനേകരെ നടത്തുവാൻ കഴിയണം. To lead many to Jesus. ഈ വിദ്വാൻമാരെ യേശു ഇരിക്കുന്ന ആ സ്ഥാനത്ത് വന്നപ്പോൾ നക്ഷത്രം അവിടെ വന്ന് നിൽക്കുകയാണ്. When the wise men reached the place where Jesus was laid, the star stood still. നമ്മളെല്ലാം ഒരു സ്റ്റാറായി മാറണം. We all have to become like this. നമ്മുടെ വീടുകളിലെ വിറ്റ നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ട് സ്റ്റാറുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. We all have stars in front of our houses. നമ്മളെല്ലാം ഒരു സ്റ്റാർ ആകണം. We all have to become a star. വിദ്വാൻമാരെ യേശുവിലേക്ക് നടത്തിയവരാണ്. Who led the wise men to Jesus? അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും ഒരു സ്റ്റാറായി മാറണം. We all have to become a star. ആ യേശുവിനെ അന്വേഷിക്കുന്നവരെ കണ്ടുപിടിക്കുവാൻ, To find out those who are searching for Jesus. ആ യേശുവിനെങ്കിലേക്ക് അനേകർ നടത്തപ്പെടുവാൻ To lead many to Jesus. നല്ലൊരു സ്റ്റാറായി മാറട്ടെ. Become a good star. നല്ലൊരു സ്റ്റാറായി മാറട്ടെ. Be a good star. ആ വിദ്വാൻമാരെ നടത്തിയ സ്റ്റാർ പോലെ Like the star that led the wise men. നമ്മുടെ യേശുവിനെങ്കിലേക്ക് അനേകർ നടത്തുവാൻ May we lead many to ഈ Jesus. ക്രിസ്മസ് ദിവസം വന്നിടയായി തീരട്ടെ. May this Christmas ഒരു enable ചലഞ്ച് us. ഏറ്റെടുക്കാൻ കഴിയട്ടെ. Can we take up this ഞാനൊരു challenge? സ്റ്റാറായി മാറട്ടെ. I want to become a ഈ star. വരുന്ന ദിവസം യേശുവിന് വേണ്ടി ഒരു സ്റ്റാറായി I want to മാറുവാൻ, become a star for Jesus. യേശുവിനെങ്കിലേക്ക് അനേകരെ കാണായി കൊണ്ടുപോവാൻ To lead many to Jesus. എന്നെ ഒരു സ്റ്റാറാക്കി മാറ്റണമേ. Make me a star. എന്നെ ഒരു സ്റ്റാറായി മാറ്റണമേ. Make me a star, Lord. കർത്താവേ, നീയാണല്ലോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം പുനഃസ്ഥാപിക്കാൻ നിന്റെ ജീവനെയാണല്ലോ കൊടുത്തത്. You have given your life to restore everything that I have നമ്മുടെ lost. പാപത്തിനും പ്രായശ്ചിത്തമായി തീർന്നു. You became a propitiation അവൻ for നമുക്ക് us. സമാധാനം തന്നു Through കഴിഞ്ഞിരിക്കുകയാണ്. you we have received peace. ഇനി അവൻ്റെ ഒരു സ്റ്റാറായി നമുക്ക് വാഴാൻ. I want to become a star for you. എന്നാൽ വേറെ വിദ്വാൻമാരോട് വേറൊരു വാക്കൂടെ കൊടുത്താൽ ദൂതൻ എന്നിട്ട് പറഞ്ഞു, വിദ്വാൻമാരോട് പറഞ്ഞു, നിങ്ങൾ വന്ന വഴിയെ പോകരുത്. And there was another message that the angel gave the wise men, that you should not return the same way you came. യഥാർത്ഥമായ യേശുവിനെ കണ്ടുമുട്ടിയവർ പിന്നെ ആ പഴയ വഴിയിലേക്ക് പോകരുത്. Those who truly ഹല്ലേലൂയ. have met Jesus will not return the same ഈ way they ക്രിസ്മസ് came. ദിവസം നമ്മൾ യേശുവിനെ കണ്ടുമുട്ടുകയാണ്. This Christmas day when we meet Jesus, ഒരു സ്റ്റാർ മുഖാന്തരം നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞു. if we meet Jesus through a star, എന്നാൽ ഇനി നമ്മൾ വന്ന വഴിയല്ല do പോകേണ്ടത്. not go back the way you came. അവര് വന്നത് യഹൂദാവിന്റെ കൊട്ടാരത്തിലൂടെയാ വന്നത്. They came through the palace of യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയാണെന്നാണ് അവർ അന്വേഷിച്ചത്. and they were searching for the king of the Jews. അവർ ചിന്തിച്ച് രാജാവല്ലേ പിറന്നിരിക്കുന്ന, രാജാവായിരിക്കുമ്പോൾ രാജകൊട്ടാരത്തിലാകണമല്ലോ പ്രവചി They നടക്കേണ്ടത്. assumed that the king of the Jews would be in the palace, എന്നാൽ അവിടെ ജനിച്ചിട്ടില്ല. but he was not born in the അതൊരു palace. പ്രശ്നമായി മാറി. That became an issue. ഞാനല്ലാതെ ആരാ ഇവിടെ രാജാവെന്ന് ഹെരോദാവ് ചിന്തിക്കാനാണ്. Herod began to think, who is the king other than me? അപ്പോൾ ഹെരോദാവ് ചിന്തിച്ചു, ഈ പൈതലിനെ കൊല്ലണം. Herod plotted to kill this baby. അവന്റെ പദ്ധതി അതായിരുന്നു. That was his plot. അതെന്റെ ദൈവം മനസ്സിലാക്കി. God knew this. അവരോട് പറഞ്ഞു, ഞാനും വന്നവനെ നമസ്കരിക്കണം, നിങ്ങൾ വിവരം പറയണമെന്നാ. And he said, after you bow down and worship, come and tell me. ഹെരോദാവിന്റെ this. പദ്ധതി ദൈവത്തിന് പിടികിട്ടി. And God knew the plan of അവൻ Herod. അന്വേഷിച്ചത് ആരാധിക്കാനല്ല, അവൻ അന്വേഷിച്ചു കൊല്ലാനാ. He searched for the baby not to worship but to kill him. രണ്ട് ദൂതം കൊടുത്തു, വന്ന വഴിയെ പോകരുത്. So the angel gave the message, don't നീ go back the same പുതിയൊരു way. വഴിയിലേക്ക് പോയിക്കൊള്ളുക. Go back in a different way. അത് യേശുവിനെ കണ്ടുമുട്ടിയ നാം ഇനി And the time you met Jesus, പഴയ വഴിയെ പോകരുത്. don't go back to your old ways. നമുക്കൊരു പുതിയ വഴിയായി തീരട്ടെ. May we have a new way. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ We are പോവുകയാണല്ലോ. entering into a new year. ഒരു പുതിയ തീരുമാനത്തോടെ ആയി തീരട്ടെ. May we take a new decision. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒരു സ്റ്റാറായി പ്രവർത്തിക്കുവാൻ, Lord, help me to be a star in your kingdom. കർത്താവിലേക്ക് അനേകരെ I ആദായപ്പെടുത്തുവാൻ, want to win many for you. അനേക മരണത്തിലായിരിക്കുന്നവരെ ജീവനിലേക്ക് വഴി നടത്തുവാൻ I want to lead many who are in death to life. എന്നെ ഒരു സ്റ്റാറാക്കി മാറ്റണമേ. Make me a star, Lord. ഞാൻ കടന്നു വന്ന വഴിയായി എന്റെ വഴികളെല്ലാം മാറ്റണമേ. Take away the way I used to travel. ഒരു പുതിയ വഴിയിലേക്ക് എന്നെ I നടത്തണമേ. need a new way. ആ വിദ്വാൻമാരോട് അർപ്പിച്ചതുപോലെ As a wise man അവർ reminds us, യേശുവിനെ കണ്ട് നമസ്കരിച്ചു. they bowed down and worshipped പിന്നെ അവർ Jesus. പോയത് പുതിയ വഴിയാണ്. And they went back a new നമ്മൾ way. യേശുവിനെ കണ്ടുമുട്ടിയവർ ആരും If you have met ഇനി Jesus, പഴയ വഴി പോകരുത്. you cannot go back to your old പഴയതെല്ലാം ways. കഴിഞ്ഞുപോയി. Old is gone. ഇനി ഒരു പുതിയ അനുഭവത്തിലേക്കാണ്. We are stepping into a new ഒരു പുതിയ experience. അനുഭവത്തിലേക്ക് കയറട്ടെ. A new experience. നമുക്ക് നൽകാൻ വരാൻ പോകുന്ന ഈ പുതിയ വർഷം And the new year that is ahead of ഒരു us, സ്റ്റാറായി ജീവിക്കാൻ, to live like a star, ഒരു പുതിയ മനുഷ്യനായി to live like ജീവിക്കുവാൻ, a new person, ഒരു വ്യക്തിയായി ജീവിക്കുവാൻ, to live like a new man, ദൈവത്തിന് പ്രസാദമുള്ളവരായി തീരുവാൻ and somebody pleasing to the Lord. ദൈവം നമ്മളെ ഓരോരുത്തരെയും May the Lord അനുഗ്രഹിക്കട്ടെ. bless us. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ
നല്ല നല്ല സന്തോഷവും സമാധാനവും പുതുവർഷത്തിൻ്റെതായ എല്ലാ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.